ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഈശോയുടെ പീഡാനുഭവ വാർഷിക പ്രാർത്ഥന യൂട്യൂബിൽ ഇടാറുണ്ട്. ഈ ചാനൽ തുടങ്ങിയ അന്നു മുതൽ ഇതിലെ ഓരോ വീഡിയോസും കാണുന്നവർക്ക് ഒരു പക്ഷേ ആ പ്രാർത്ഥനയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയായിരിക്കും. പുതിയതായി വന്ന ആളുകൾക്ക് ചിലപ്പോൾ അതറിയില്ലായിരിക്കും. കഴിഞ്ഞ ദിവസേ എനിക്ക് യൂട്യൂബിലൊരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ഒപ്പം വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നനയിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല. സന്തോഷം കൊണ്ടും ഈശോയോടുള്ള സ്നേഹമോർത്തുമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ കമൻറ്റ് ഞാൻ ഇന്ന് നിങ്ങളെ കാട്ടിത്തരാം. കമൻറ്റ് ഇട്ട ആളെ എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹം പീഡാനുഭവ വാർഷിക പ്രാർത്ഥന ചൊല്ലിയത് വഴി അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിട്ട ഒരു കമൻ്റായിരുന്നു അത്. നിങ്ങളും കൂടി അത് അറിയണമെന്ന് എനിക്ക് തോന്നി. കമൻ്റ് ഇങ്ങനെയാണ്: ഞാനും ഭാര്യയും കൂടി എന്നും 3 മണിക്ക് ഈ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. ഇന്ന് വരെ മുടക്കിയിട്ടില്ല. വളരെ വലിയ അത്ഭുതങ്ങളാണ് എൻ്റെ ഭവനത്തിൽ ഈ കാലയളവിൽ ഉണ്ടായത്. നമ്മൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ പോലും അറിയാതെ ആരോ നമ്മുടെ കരം പിടിച്ച് നമ്മളെ രക്ഷിക്കുന്ന ആ ദൈവസ്നേഹം, കരുതൽ ഞാനും കുടുംബവും ഇന്നറിയുന്നു. രോഗദുരിതങ്ങളിൽ നിന്ന് അത്ഭുത സൗഖ്യവും, കടബാധ്യതകളിൽ നിന്നുള്ള മോചനവും, തൊഴിൽ ഉയർച്ചയും, എല്ലാ പ്രതിസന്ധികളിലും ഒരു അദൃശ്യ ശക്തിയുടെ കൈകളിൽ നമ്മൾ സുരക്ഷിതരായി എന്ന അനുഭവവും 100% ഇന്നെൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നു. ഇതിൽ 15 പ്രാർത്ഥനകളുണ്ട്. ഞാൻ 1ാമത്തെ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി 2ാമത്തെ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ 15 പ്രാർത്ഥനയും ചൊല്ലാൻ 20 മിനിറ്റ് മതി. കഴിയുന്നവർ മുടങ്ങാതെ ഉച്ചയ്ക്ക് 3 മണിക്കോ വെളുപ്പിന് 3 മണിക്കോ ഈ പ്രാർത്ഥന ചൊല്ലുക. അത്ഭുതകരമായ ദൈവസ്നേഹവും കരുതലും ഉറപ്പ്. കേട്ടില്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ പ്രാർത്ഥന ചൊല്ലി സ്വന്തം ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങൾ ഒരു സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. പുതിയതായി വന്നവർക്ക് വേണ്ടി ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഇത് 1 വർഷത്തേക്ക് മുടങ്ങാതെ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. സ്വീഡനിലെ വിശുദ്ധ ബ്രിജീത്തയെ യേശു പഠിപ്പിച്ച 15 പ്രാർത്ഥനകളാണ് ഈ പീഡാനുഭവ വാർഷിക പ്രാർത്ഥന എന്ന് പറയുന്നത്. പീഡാനുഭവത്തിനിടയ്ക്ക് യേശു എത്ര തവണ അടിയേറ്റു എന്നറിയാൻ ബ്രിജീത്ത വളരെ ആഗ്രഹിച്ചു. റോമിലെ വിശുദ്ധ പൗലോസിന്റെ പള്ളിയിൽ വെച്ച് യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, 5480 അടികൾ എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റിട്ടുണ്ടെന്ന്. അവയെ ഏതെങ്കിലും തരത്തിൽ ആദരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 15 പ്രാർത്ഥനകളോടൊപ്പം 15 സ്വർഗസ്ഥനായ പിതാവും 15 നന്മ നിറഞ്ഞ മറിയവും 1 വർഷം ദിവസവും ചൊല്ലുക. വർഷം തികയുമ്പോൾ എൻ്റെ ഓരോ മുറിവിനെയും നീ ആദരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഈ പ്രാർത്ഥനകൾ 1 വർഷം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലി 5480 തികയ്ക്കുന്ന മഹാപാപികൾക്ക് പോലും നിത്യരക്ഷയുൾപ്പെടെ 21 വരങ്ങളും കൃപകളുമാണ് യേശു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു കുരിശിൻ്റെ വഴി പ്രാർത്ഥന പോലെയാണ് കേട്ടോ. ഈ പ്രാർത്ഥനയാണ്, ഈ 15 പ്രാർത്ഥനകളാണ് ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ രാവിലെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ പേരൊക്കെ അത് കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്ത ആ 21 വരങ്ങളും കൃപകളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലാതിരിക്കാനായിട്ടാവില്ല. ഇനി ഞാൻ എല്ലാ ദിവസവും ഇടുന്ന ഈ പ്രാർത്ഥനയുടെ ഓഡിയോ കേട്ട് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി നമ്മുടെ സോഫിയ ബുക്സുകാർ ഇതിൻ്റെ ഒരു പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ അത് റെഡിയാകും എന്നാണ് ഞാൻ കരുതുന്നത്. അവർ ആ പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അവരുമായിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വീടുകളിൽ ഈ പുസ്തകം എത്തിച്ച് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്കിത് പ്രാർത്ഥിക്കാവുന്നതാണ്.
ഇനി ആ 21 വരങ്ങളും കൃപകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പ്രാർത്ഥന ഒരു വർഷത്തേക്ക് മുടങ്ങാതെ ചൊല്ലുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ കേട്ടാൽ ശരിക്കും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 1. പ്രാർത്ഥന ചൊല്ലുന്ന ആളിൻ്റെ ബന്ധത്തിലുള്ള 15 ആത്മാക്കളെ ശുദ്ധീകരാഗ്നിയിൽ നിന്ന് ഞാൻ രക്ഷിക്കും. 2. ഈശോ പറഞ്ഞത് 15 ആത്മാക്കൾ ദൈവപ്രസാദത്തിൽ സ്ഥിരപ്പെടുത്തും. 3. 15 പാപികൾ മാനസാന്തരപ്പെടും. 4. ചൊല്ലുന്നവർ പരിപൂർണതയുടെ 1-ാം സ്ഥാനം പ്രാപിക്കും. 5. അവൻ്റെ മരണത്തിന് 15 ദിവസം മുമ്പ് എൻ്റെ ശരീരരക്തങ്ങൾ അവന് നൽകും. ആരുടെ? ഈ പ്രാർത്ഥന ചൊല്ലുന്നവരുടെ മരണത്തിന് 15 ദിവസം മുമ്പ് ഈശോയുടെ ശരീരവും രക്തവും ഈശോ അവർക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. 6. അവൻ്റെ മരണത്തിന് 15 ദിവസം മുമ്പ് അവൻ്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും അഗാധ ജ്ഞാനവും ഉത്തമ മനസ്താപവും ഞാൻ നൽകും. 7. അവൻ്റെ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ രക്ഷയും സഹായവുമായി എൻ്റെ കുരിശ് അവൻ്റെ മുമ്പാകെ നൽകും. 8. മരണത്തിന് മുമ്പ് വത്സല മാതാവിനോട് കൂടെ ഞാൻ അടുക്കൽ വരും. 9. അവൻ്റെ ആത്മാവിനെ കരുണയോടെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. 10. 30 കൊല്ലം ചാവുദോഷത്തിലായാൽ പോലും അവൻ്റെ പാപങ്ങൾ ഞാൻ മോചിക്കും. 11. പ്രലോഭനത്തിൽ നിന്ന് രക്ഷിക്കും. 12. അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ക്രമീകൃതമായി സംരക്ഷിക്കും. 13. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കും. 14. ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും യാചിക്കുന്നവ സാധിച്ചു കിട്ടും. 15. മരണത്തിനൊരുങ്ങുവാൻ സമയം നീട്ടിക്കൊടുക്കും. 16. ഇത് ചൊല്ലുന്ന ഓരോ പ്രാവശ്യവും 100 ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കും. 17. മാലാഖമാരുടെ ഉന്നത ഗായക സംഘത്തിൽ ചേർക്കപ്പെടും. 18. ഈ പ്രാർത്ഥന മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർക്ക് നിത്യഭാഗ്യം ലഭിക്കും. 19. ഇക്കാലത്തോ വരും കാലത്തോ ചൊല്ലുന്ന ഇടങ്ങളിൽ ഞാൻ സന്നിഹിതനാകും. 20. ഈ പ്രാർത്ഥന തുടർച്ചയായി 1 കൊല്ലം ചൊല്ലുന്നവർ മുടി ധരിപ്പിക്കപ്പെടും. രക്ഷകൻ വിശുദ്ധ ബ്രിജീത്തായ്ക്ക് വെളിപ്പെടുത്തി. അതോടൊപ്പം നിത്യരക്ഷയും 21-ാമത്തെ അനുഗ്രഹമായിട്ട് നിത്യരക്ഷയും നമുക്ക് ലഭിക്കും. പിന്നെ ഈ പുണ്യവതിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ ദിവസവും 2 സ്വർഗസ്ഥനായ പിതാവേ, 2 നന്മ നിറഞ്ഞ മറിയം, 2 ത്രിത്വസ്തുതിയും 3 വർഷം ചൊല്ലി ഈശോ ചിന്തിയ 28,430 രക്തത്തുള്ളികളുടെ ബഹുമാനാർത്ഥം സമർപ്പിക്കുമ്പോൾ 5 അനുഗ്രഹങ്ങൾ കൂടി നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് 3 വർഷത്തേക്ക് വെറും 2 സ്വർഗസ്ഥനായ പിതാവ്, 2 നന്മ നിറഞ്ഞ മറിയം, 2 ത്രിത്വസ്തുതി, ഇത് നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചൊല്ലി 3 വർഷം മുടങ്ങാതെ നമ്മൾ ഈശോ ചിന്തിയ രക്തത്തുള്ളികളുടെ 28,430 രക്തത്തുള്ളികളുടെ ബഹുമാനാർത്ഥം നമ്മൾ സമർപ്പിക്കുമ്പോൾ 5 അനുഗ്രഹങ്ങൾ കൂടി ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 1. പൂർണ്ണദണ്ഡ വിമോചനം. 2. ശുദ്ധീകരാഗ്നിയിൽ നിന്ന് സ്വതന്ത്രരാകും. 3. നിശ്ചിത വർഷം തികയും മുമ്പ് മരിച്ചാൽ പൂർത്തിയാക്കിയ ഫലം ലഭിക്കും. 4. വിശ്വാസത്തെ പ്രതി രക്തം ചിന്തിയാൽ എന്നതുപോലെ വൻ കൃപ മരണസമയത്ത് ലഭിക്കും. 5. ചൊല്ലുന്ന വ്യക്തിയുടെയും 4 തലമുറ വരെയുമുള്ള ആത്മാക്കളെ ഈശോ കൈക്കൊള്ളും. 9-ാം പിയൂസ് മാർപ്പാപ്പ 1862 മെയ് 31 ഈ പ്രാർത്ഥനകൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പ്രാർത്ഥന എത്രമാത്രം പ്രാധാന്യമേറിയതാണെന്ന്? ഇത് ചൊല്ലുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണെന്ന്. അപ്പം ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത് എത്ര
അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് ആ സഹോദരൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്നവരൊന്നും നിരാശരാകണ്ട. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ഈശോ തക്ക സമയത്ത് ഇടപെട്ടുകൊള്ളും. ഞാനും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. ഈ പ്രാർത്ഥന ഭൗതികമായ ഒരാവശ്യങ്ങളും ഞാൻ ഈശോയുടെ മുമ്പിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പം വെച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചത് ഒന്ന് മാത്രമാണ്, എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോകണം. ഈശോ വാഗ്ദാനം ചെയ്ത ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്കും കിട്ടണം. ഇത്ര മാത്രമേ, ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആത്മീയമായ നന്മകൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈശോ ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് നിറവേറ്റി തരുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്കറിയാം 200-250 പേരൊക്കെ ഡെയിലി ഈ പ്രാർത്ഥന കൂടുന്നുള്ളൂ. ആ ഡെയിലി മുടങ്ങാതെ കൂടുന്ന നിങ്ങളൊന്നും വിഷമിക്കേണ്ട. നിങ്ങളുടെ എല്ലാ നിയോഗത്തിൻ്റെ മേലും ഈശോ ഉറപ്പായും ഇടപെട്ടുകൊള്ളും. ഇനി ഈ പ്രാർത്ഥന ഓഡിയോ കേട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഇന്നും ഇടുന്ന ഈ ഓഡിയോ കേട്ട് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും വിഷമിക്കേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിൽ ഇതിൻ്റെ പുസ്തകം എത്തിക്കാനുള്ളത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ആ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പം നിങ്ങൾ വാങ്ങിയാൽ മതി, നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും. അപ്പം നിങ്ങൾക്കത് നോക്കി വായിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.